മല്ലു എക്സ്പ്രസ് എന്നതിൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ജലാലുദ്ദീൻ. എൻ്റെ വീട് എറണാകുളത്ത് ആലുവ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നത്. അതേപോലെ തന്നെ എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സബ്സ്ക്രിപ്ഷനും ഷെയറും ലൈക്കും കമൻറ്റും എല്ലാം ആവശ്യമാണ്. ഞാനൊരു ബിഗിനർ ആയതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ വലിയ ക്യാമറ ആക്സസറീസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ തൽക്കാലം ഞാൻ എൻ്റെ മൊബൈലിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ മൊബൈലിൽ തന്നെയാണ് എഡിറ്റിങ്. കൈൻ മാസ്റ്റർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലാണ് ഞാൻ എഡിറ്റ് ചെയ്യണത്. പിന്നെ ഞാനൊരു മിനി ട്രൈപോഡ് വാങ്ങിച്ച്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ചെന്നിട്ട് മൊബൈൽ ഇങ്ങനെ പിടിച്ച് ഷൂട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി കംഫർട്ടബിൾ ഇതാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 10-600 രൂപ കൊടുത്തിട്ട് ഒരു റിമോട്ട് കൺട്രോളുള്ള മിനി ട്രൈപോഡ് വാങ്ങിച്ചു. ഏകദേശം ഒരു 10-600 രൂപ അതിനായിട്ടുള്ളൂ. ഇതെനിക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യം തോന്നിയിട്ടുണ്ട് ഞാനിത് വാങ്ങിച്ചത്. നമുക്കൊരു ബിഗിനറിനെ സംബന്ധിച്ചോളം നമുക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ ആക്സസറീസ് നമുക്ക് മതി. വലിയ ക്യാമറയും അതുപോലെ തന്നെ വലിയ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ആദ്യമേ തന്നെ വലിയ ഇൻവെസ്റ്റൊക്കെ കൊടുത്തിട്ട് നമ്മൾ യൂട്യൂബിലേക്ക് വരേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നമുക്ക് സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം മാത്രം ഈ പറഞ്ഞ ആക്സസറീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഞാനിപ്പോൾ ഇന്നലെ വൈകിട്ട് രാത്രി ഒന്ന് കൊച്ചിക്ക് വേണ്ടായിരുന്നുണ്ട്. അപ്പോൾ കൊച്ചിയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് ബാക്കി സംസാരിക്കാം. നമ്മളിപ്പോൾ എടപ്പള്ളിയിലാണ്ട് നിൽക്കണം. അപ്പോൾ കൊറോണ എന്താന്ന് തോന്നുന്നുണ്ട്. അധികം വണ്ടികളും കാര്യങ്ങളൊന്നും റോട്ടിലൊന്നും കാണണമെന്നില്ല. നമുക്ക് ലുലു മാള് റൈറ്റ് സൈഡിലായിട്ടാണ്. നമുക്ക് അവിടെ വല്ല ആൾക്കാരെന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം. ലുലു ആണെ കാണുന്നത്. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലേക്കാണ്. ഫോർട്ട് കൊച്ചി ബീച്ച് നൈറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് കാണണ്ടേ. ഇത് നമ്മുടെ ജങ്കാർ സർവീസ് സ്ഥലമാണ് കേട്ടോ. കൊച്ചിയിൽ ജങ്കാർ സർവീസ് വെക്കുന്ന സ്ഥലമാണ്. ഈ ഒരു സ്ഥലമൊക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ ഈ ടൈമിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഏകദേശം സമയം 10:30 ആ കാണുന്നത് നമ്മുടെ ടെർമിനലാണ് കേട്ടോ, കണ്ടെയ്നർ ടെർമിനലാണ് കേട്ടോ. ക്യാമറ മൊബൈലിൽ ഷൂട്ട് ചെയ്യണ കാരണം എന്തെങ്കിലും കാണാൻ പറ്റണ്ടോ എന്നൊക്കെ ഡൗട്ടാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. രാത്രിയിലെ കൊച്ചി അതാണ് കേട്ടോ നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ കോവിഡ് ആയതുകൊണ്ട് ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. അല്ലെങ്കിൽ ഏകദേശം 10-12 വരെയൊക്കെ നമുക്ക് ഇവിടെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഷോപ്പും കാര്യങ്ങളൊക്കെ 12 വരെ 12 വരെയൊക്കെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഓണായിരിക്കും. പിന്നെ നവംബർ ഡിസംബർ ആ ടൈമിലൊക്കെ നമുക്ക് എന്താ പറയണ കൊച്ചി നമ്മുടെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ നവംബർ ഡിസംബർ മുതൽ ഏകദേശം ആൾക്കാരൊക്കെ വന്നു തുടങ്ങുകയാണ്. പക്ഷേ ഈ ഒരു കോവിഡ് ആയതുകൊണ്ട് ആൾക്കാരിപ്പോൾ ആരും വന്നില്ല. പിന്നെ ഷോപ്പൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് ക്ലോസ് ആയതുകൊണ്ട് തന്നെ ആൾക്കാരും ഇല്ല. ഇതാണ് നൈറ്റ് കൊച്ചിയിലെ വ്യൂ. ഇതിപ്പോൾ കോവിഡ് ആയതുകൊണ്ടുണ്ടോ, അല്ലെങ്കിൽ ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാരായിരിക്കും. നമ്മുടെ ഇവിടെ നവീൻ മച്ചാനുണ്ട് കേട്ടോ. ഹായ് പൊളി. ബാക്കി കുറച്ചിട്ട് മുമ്പിൽ പോകുന്നുണ്ട്. നമുക്ക് ആ ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ ആ ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. അവിടെ ഈ ഒരു ടൈമിൽ 10:30 ഈ ഒരു ടൈമിലൊക്കെ എങ്ങനെയാണെന്നൊക്കെ അറിയാമല്ലോ. ഏകദേശം എത്ര മണി വരെ ഇവിടെ ഷോപ്പ് ഓപ്പൺ ആയിരിക്കൂടാ? ഇവിടെ 1 മണി 2 മണി ടൈമിലൊക്കെ ഫുൾ ഓൺ ആയിട്ട് ആണോ? ഇപ്പം ഈ കോവിഡ് ആയതുകൊണ്ട് ഇവിടെ ബീച്ചിൻ്റെ ഇവിടെയൊക്കെ ഷോപ്പുണ്ടോ? ഇപ്പോൾ ബീച്ചിൻ്റെ ഇവിടെ ഷോപ്പ് നേരത്തെ ഉണ്ടായിട്ടില്ല.
എത്ര മണിക്ക് കട ക്ലോസ് ചെയ്യും? കട ഒരു 12:30 1 മണി ആ ടൈമിലൊക്കെ. അല്ല കോവിഡിൻ്റെ സമയത്ത്? കോവിഡിൻ്റെ സമയത്ത് നമുക്ക് 9:30 ഈ ടൈമിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം കണ്ടോ 10:10 9:30 ആകുമ്പോൾ നമുക്ക് ഇവിടെ ആൾറെഡി ആളൊന്നും ഉണ്ടാവില്ല. ഫോർട്ട് കൊച്ചിയിൽ നമ്മൾ വേറൊരു വ്ളോഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ എബിച്ചേട്ടൻ്റെ ഷോപ്പ് ഓപ്പൺ ആക്കാനുണ്ട്. അവിടെ നല്ല സൂപ്പർ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്കൊരു വേറൊരു വ്ളോഗായിട്ട് ചെയ്യാം. കായലിൻ്റെ ഭാഗമൊക്കെ ഉണ്ടോ? പക്ഷേ മൊബൈൽ ക്യാമറ ആയതുകൊണ്ടേ അത്ര ക്ലാരിറ്റി അങ്ങോട്ട് കിട്ടുള്ള. എന്തായാലും നമുക്ക് പോയി നോക്കാം. എന്താണ്? കണ്ട അതിപ്പോ ഈയിടക്ക് വന്നാന്നോണല്ലേ? ഈയിടക്ക് വന്നാണത്? ഈയിടക്ക് വന്നേക്കണെന്നാണ് കേട്ടാ. കണ്ട കൊച്ചിയിൽ മാസ്ക് ഇല്ലാത്തതിന് പോലീസ് കൂടി ഇതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വരച്ചിട്ടുണ്ട്. കണ്ടപ്പോൾ നല്ല രസം തോന്നിട്ടാ. ചീഞ്ഞാവലൊക്കെ കണ്ട ഒരു മീൻ പിടിക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. എന്ത് സംഭവം എന്നറിയില്ല. എന്തായാലും അവിടെ മാത്രമേ ഒട്ടുള്ളൂ. പിന്നെ ബീച്ചിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് പോകാൻ പറ്റൂല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ക്ലോസ്ഡ് ആണ്. ഫോർട്ട് കൊച്ചി പോലീസുകാർ ക്ലോസ് ചെയ്തിട്ടേക്കെ. അത് കാരണം കൊണ്ട് സീന അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടും. ഇവിടുന്ന് ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് ഒരു സാധനം ശ്രദ്ധിച്ചത്. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നണ്ടോ? അതായത് ഒരു പുലിയുടെ പടം വരച്ച് വെച്ചേക്കണേണ്. അതിൻ്റെ അകത്ത് വേറൊരു സീക്വൻസ് ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അതായത് ഈ ബ്ലാക്ക് മൊത്തം ലെറ്ററിൽ എഴുതി വെച്ചേക്കുന്നത് കൊച്ചി എന്നാണ് കേട്ടോ. പൊളിയല്ലേ? പുലി പൊളിയാണ്. എന്തായാലും കൊള്ളാം, അടിപൊളി. പോവാ. കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഫുള്ള് മതിൽമ മൊത്തം ഗ്രാഫിക്സ് ഉണ്ടോ. അടിപൊളി, രക്ഷയില്ല. നമ്മൾ കൊച്ചിയിൽ വന്നിട്ട് കുറേ രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മൾ ബീച്ചിൻ്റെ അവിടെ ചെന്നായിരുന്നു. ബീച്ചിൻ്റെ അവിടെ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ തന്നെ. അപ്പോൾ ബാക്കി ഞാൻ ആ ബീച്ചിൻ്റെ മറ്റേ അങ്ങോട്ടേക്ക് നടന്നങ്ങോട്ട് കുറച്ചിങ്ങോട്ട് പോയിട്ട് ഷൂട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ ഒന്നാമത്തെ കാര്യം ലൈറ്റ് ഇല്ല. പിന്നെ അവിടെ ഫോർട്ട് കൊച്ചി പോലീസ് അവിടെ ഒരു നോ എൻട്രി എന്നൊക്കെ പറഞ്ഞൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞിട്ട് വല്ല പോലീസുകാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് സീനാവും. അപ്പോൾ പിന്നെ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. പിന്നെ ഇപ്പോൾ കൊച്ചി ഭയങ്കര ഓഫ് മൂഡായി കിടക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയണ, ഈ കോവിഡ് വന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം ഒരു 10, 12, 1 മണിയോളം റോഡിലെ ആൾക്കാരും കാണും. അതേപോലെ തന്നെ ഷോപ്പൊക്കെ ഏകദേശം 1 മണിയോളമൊക്കെ ഉണ്ടാവും. 12:30 ആ ടൈം വരെയൊക്കെ മാക്സിമം ഉണ്ടാവും. ഇപ്പോൾ ആ കോവിഡ് വന്നതിന് ശേഷം ഷോപ്പൊന്നും തുറക്കാൻ പാടില്ല. അങ്ങനെ ഓവർ ടൈമൊന്നും ഷോപ്പ് തുറക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ആൾക്കാരും പുറത്തേക്ക് ഇറങ്ങൽ കുറവാണ്. നവംബർ, ഡിസംബർ ആ ഒരു ടൈമിലാണ് ഏറ്റവും കൂടുതൽ കൊച്ചിയിലെ ആൾക്കാരെ കാണുന്നുണ്ട്. അപ്പോൾ ഈ കോവിഡ് വന്നതുകൊണ്ട് വൻ രീതിയിലുള്ള ഷോക്കായി പോയി. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ലോട്ട് ഓഫ് ആൾക്കാരാണ് ഉണ്ടാവുന്നത് കേട്ടോ റോട്ടിലൊക്കെ. അപ്പോൾ അത് ഭയങ്കര നഷ്ടമാണ് എന്തൊക്കെ പറഞ്ഞാലും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പറയാനായിട്ട്. എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്തിടാം. എന്നാലാണ് ഞാൻ ഇടുന്ന അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും കട്ട സപ്പോർട്ട് കിട്ടും എന്നുള്ള വിശ്വാസത്തോടു കൂടി